സുഹൃത്തുക്കളെ, ദീർഘമായ കടൽ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ അമേരിക്കയിലെ തീരത്ത് ഞങ്ങളെത്തി. കപ്പലിൽ നിന്നിറങ്ങി ഒരു ടാക്സിയിൽ കയറി. വഴിയിലൂടെ പോകുമ്പോൾ മനോഹരമായ വീടുകളും വൃത്തിയുള്ള ഗ്രാമങ്ങളും പച്ചപ്പും കാണുമ്പോൾ ദിവസങ്ങളോളം കടലിന്മേൽ മാത്രം കണ്ട കണ്ണുകൾക്ക് കരയുടെ കാഴ്ചയും പച്ചപ്പും ശാന്തിയും പുതുഊർജവും നൽകുന്നു. പഴയ മരത്തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾക്ക് മുൻപിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ചില വീടുകൾക്ക് മുൻപിൽ ചുമപ്പും വെള്ളയും നീലയുമുള്ള അമേരിക്കൻ ദേശീയ പതാകകൾ അഭിമാനത്തോടെ പാറുന്നത് കണ്ടു. മിക്കവാറും എല്ലാ വീടുകളുടെയും മുൻവശത്ത് പതാകകൾ സ്ഥാപിച്ചിരുന്നു. അവരുടെ രാജ്യസ്നേഹം വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. ഗ്രാമത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് ടാക്സി ഇപ്പോൾ ചുറുചുറുക്കുള്ളൊരു ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് കുതിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വാഹനം ടൗണിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിർത്തി. ഞങ്ങളൊരു കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ് ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ എത്തി തണുത്തൊരു കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഒരല്പം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി കടന്നുപോയി. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം രുചികരമായ ഡിന്നർ ആസ്വദിച്ചു. ചുറ്റുമുള്ള പട്ടണത്തിലെ തിരക്കേറിയ ജീവിതം കണ്ടു. അസ്തമയമായി സൂര്യൻ പട്ടണത്തിന് മുകളിലൂടെ സ്വർണ്ണ നിറം വിതറുമ്പോൾ മൃദുവായ കാറ്റ് മുഖത്ത് തൊട്ടു. പട്ടണത്തിൽ വിളക്കുകൾ തെളിയുമ്പോൾ ടാക്സിയിൽ കയറി കപ്പലിലേക്ക് മടങ്ങി. വീണ്ടും കടൽ കാത്തിരിക്കുന്നു. ശാന്തവും അതിരില്ലാത്തതുമായ പരിചിതമായ ലോകം ചെറുതായ ഷോർലീവായിരുന്നുവെങ്കിലും മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഓർമ്മയായി ഇത് മാറി. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. കടലിൻ്റെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.